നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ബറോലിക്ക് സംഭവം. ഈ പെരുന്നാളിൻ്റെ തൊട്ടു മുന്നത്തെ ദിവസം, ബക്രീദിന് തൊട്ടു മുന്നത്തെ ദിവസം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ഒരു തൗസീഫ് റാസ മസ്ഹാരി എന്ന് പറയുന്ന ഒരു മുസ്ലിം പണ്ഡിതനെ ആക്രമിച്ച് ഓടുന്ന ട്രെയിനിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി, ആ പ്രതിയായിട്ടുള്ള പങ്കജ് ലോധി എന്ന് പറയുന്ന 30-കാരനെയാണ് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. മയക്കുമരുന്നിന് അടിമപ്പെട്ട് മയക്കുമരുന്ന് ഡ്രഗ്സുകൾ ഉപയോഗിച്ച് ട്രെയിനിൽ കയറി ഈ മുസ്ലിം പണ്ഡിതനെ അയാളുടെ വേഷവും അയാളുടെ വസ്ത്രധാരണവും ഒക്കെ കണ്ടപ്പോൾ ഇയാളുടെ ഉള്ളിൽ കുത്തി നിറക്കപ്പെട്ടിട്ടുള്ള മുസ്ലിം വിരോധം പുറത്തേക്ക് ചാടി. ഉടനടി ആ മുസ്ലിം പണ്ഡിതനോട് പറഞ്ഞു, നിങ്ങൾ മൊബൈൽ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. മർദ്ദനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ മനുഷ്യൻ തൻ്റെ ഭാര്യയെ വിളിച്ച് പറയുന്നുണ്ട്, ഒരാൾ എന്നെ ഇങ്ങനെ ആക്രമിക്കുന്നുണ്ട്, തന്നെ രക്ഷിക്കണം, സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആ മനുഷ്യൻ ഭാര്യയെ വിളിക്കുന്നുണ്ട്. പിന്നീട് ഈ തൗസീഫ് റാസ എന്ന് പറയുന്ന വ്യക്തിയുടെ മൃതദേഹം ബറേലിയിലെ തന്നെ റെയിൽവേ പാളത്തിൽ നിന്ന് കണ്ടെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉത്തർപ്രദേശിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വാർത്തകളുണ്ട്. ആ വാർത്തകളിൽ ഈ പോലീസ് ഏറ്റുമുട്ടൽ, എൻകൗണ്ടറുകൾ നിങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഈ പങ്കജ് ലോധി എന്ന് പറയുന്ന ഈ ഭീകരവാദിയെ, ഈ തീവ്രവാദിയെ ഇതുപോലെ ഒരു എൻകൗണ്ടറിൽ ക്ലോസ് ചെയ്യാൻ യോഗി ആദിത്യനാഥ് കഴിയുമോ എന്നുള്ളതാണ്. യോഗി ആദിത്യനാഥിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത് അല്ലേ? നിങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് മന്ത്രിസഭയിലെ ഒരു മന്ത്രി പോലും യു-പിയിൽ നടക്കുന്ന വ്യാജ ഏറ്റുമുട്ടലുകൾ, ഈ പോലീസ് എൻകൗണ്ടറുകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഈ മനുഷ്യൻ, ഇയാളൊരു ലഹരിക്കടിമയാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ്, ഇയാളൊരു കൊലപാതകിയാണ്, പങ്കജ് ലോധി എന്ന് പറയുന്നവൻ. ഈ സംഘ് പരിവാറിൻ്റെ വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം കുത്തി നിറച്ചതിൻ്റെ ഫലമാ ഒരു മുസ്ലിമിനെ കണ്ടപ്പോൾ, അയാളുടെ വേഷം കണ്ടപ്പോൾ, അയാളുടെ വസ്ത്രധാരണം കണ്ടപ്പോൾ അവനെ എങ്ങനെയെങ്കിലും ആക്രമിച്ച് കൊലപ്പെടുത്തണമെന്ന് ഈ പങ്കജ് ലോധിക്ക് തോന്നിയത്. അപ്പോൾ ഈ ഭീകരനെ, ഈ തീവ്രവാദിയെ, ഈ വർഗീയവാദിയെ, ഈ സംഘ് പരിവാർ വർഗീയവാദിയെ വെടിവെച്ച് കൊല്ലാൻ, എൻകൗണ്ടർ ചെയ്യാൻ യോഗി ആദിത്യനാഥിന് കഴിയോ? കഴിയില്ല. സംഘ് പരിവാറിൻ്റെ വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, വിഭജനത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇര എന്നുള്ളതാണ് ഈ പറയുന്ന തൗസീഫ് റാസ എന്ന് പറയുന്ന വ്യക്തി അല്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. വെറുപ്പ് ഇങ്ങനെ കുത്തി നിറച്ചതാണല്ലോ. മുസ്ലിമിനെ കാണുമ്പോൾ, അവൻ്റെ വേഷം കാണുമ്പോൾ, അവൻ്റെ വസ്ത്രധാരണം കാണുമ്പോൾ, അവൻ മുസ്ലിമാ, വെറുതെ വിട്ടുകൂടാ. അകാരണമായിട്ട് ഈ പറയുന്ന ഉത്തർപ്രദേശിലെ ഒരു ദർഗ സന്ദർശിച്ച് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു തൗസീഫ് റാസ. ആ യാത്രയിലാണ് ട്രെയിനിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം ബറേലി ജംഗ്ഷനിൽ ഉള്ള റെയിൽവേ ജംഗ്ഷന് സമീപത്തുള്ള ആ ജംഗ്ഷനിൽ എത്തുമ്പോഴേക്കും റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തി. ആദ്യം പോലീസ് ഇതിനെക്കുറിച്ച്, വലിയ ഉത്തർപ്രദേശ് പോലീസാണല്ലോ, മരണപ്പെട്ടത് ഒരു മുസ്ലിമുമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പോലീസിന് വലിയ ശുഷ്കാന്തിയൊന്നും ഉണ്ടായില്ല, ഇപ്പോഴും ഇല്ലതാനും. പിന്നെ വലിയ രീതിയിൽ ചർച്ചകളും വലിയ രീതിയിൽ വാർത്തകളും, ഈ തൗസീഫ് റാസ തന്നെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്ത സന്ദേശങ്ങളും ഫോൺ സംഭാഷണങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട്, കൃത്യമായ തെളിവുകൾ കയ്യിലുള്ളതുകൊണ്ട് ഒരു അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ അറസ്റ്റ് കൊണ്ട് തീർന്നാൽ പോരല്ലോ. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉത്തർപ്രദേശിൽ നിന്ന് നിങ്ങൾ കേട്ട കുറേ വാർത്തകളുണ്ട്. പല ഗുണ്ടകളാണെന്ന് ആരോപിച്ച്, ക്രിമിനലുകളാണെന്ന് ആരോപിച്ച്, കൊലപാതകികളാണെന്ന് ആരോപിച്ച് പല ആളുകളെയും വെടിവെച്ച് കൊല്ലുന്ന ഈ പറയുന്ന ഉത്തർപ്രദേശ് പോലീസിൻ്റെ നടപടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതേ രീതിയിൽ എന്തുകൊണ്ട് ഈ സംഘ് പരിവാർ ഭീകരനെ വെടിവെച്ച് കൊല്ലുന്നില്ല, എന്തുകൊണ്ട് എൻകൗണ്ടർ നടത്തുന്നില്ല എന്നുള്ള ചോദ്യമാണ്.
കൃത്യമാണ്. കാരണം ഇതൊന്നും അങ്ങനെ സംഘപരിവാറുകാരനാണ്, രാജ്യദ്രോഹിയാണ്. രാജ്യദ്രോഹിയെ അങ്ങനെ വെടിവെച്ച് കൊല്ലാൻ പറ്റില്ല. യഥാർത്ഥ രാജ്യദ്രോഹികൾ രാജ്യത്ത് ജീവിക്കുകയും യഥാർത്ഥ രാജ്യസ്നേഹികളും ദേശസ്നേഹികളും ഒക്കെ വെടിവെച്ച് കൊല്ലപ്പെടുകയും ആൾക്കൂട്ട ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇതിനെ തന്നെ ഇതിപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായി എന്നതിനപ്പുറം ഈ കേസും അട്ടിമറിക്കപ്പെടും. കാരണം ഇത്തരം കൊലപാതകങ്ങൾ, ഇത്തരം തെമ്മാടിത്തരങ്ങൾ, ഇത്തരം തീവ്രവാദികൾ, ഇത്തരം ഭീകരവാദികൾ, ഇത്തരം സംഘപരിവാർ ഫാസിസ്റ്റുകൾക്ക് രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ എല്ലാ വിധത്തിലുമുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, വളരെ കൃത്യമായിട്ട്. കാരണം മുസ്ലിമിനെ കൊന്നാൽ ഒരു പട്ടിയും ചോദിക്കാൻ വരില്ല എന്നുള്ളത് തന്നെയാണ്. അവനെ കൊല്ലണം, അവനെ ആക്രമിക്കണം, അവൻ്റെ സ്വത്തുക്കൾ കൈക്കലാക്കണം, എന്നിട്ട് ആ സ്വത്തുക്കളൊക്കെ നക്കണം. സംഘപരിവാറുകാരൻ്റെ ചിന്താഗതിയാണ്. സംഘപരിവാറുകാരൻ അതാണ് ചിന്ത. അവൻ്റെ കയ്യിലുള്ള പണം, അവൻ്റെ കയ്യിലുള്ള സ്വത്തുക്കൾ ഇതൊക്കെ കൈക്കലാക്കണം, അവനെ അടിച്ച് കൊല്ലണം, അവനെ ആക്രമിച്ച് കൊല ചെയ്യണം, എന്നിട്ട് ആ സ്വത്തുക്കളൊക്കെ നക്കണം. അപ്പം ഈ മുസ്ലിം വിരോധത്തിൻ്റെ പ്രഥമ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് എന്താ? മുസ്ലിമിൻ്റെ കയ്യിലുള്ള സ്വത്തും അവൻ്റെ ജീവിത രീതികളും അവൻ്റെ വസ്ത്രധാരണങ്ങളും ഒക്കെ കാണുമ്പോൾ അസൂയയാണ്. സംഘപരിവാറുകാരന് അസൂയ. അവിടെ നിന്ന് തുടങ്ങുന്നു ഈ വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ വിത്തുകൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരം കേസുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഈ ഇതിപ്പോൾ പെരുന്നാളിൻ്റെ തലേന്ന് അല്ലെങ്കിൽ അതിൻ്റെ തലേന്ന് രണ്ടാമത്തെ ദിവസം നടന്ന ഒരു കേസാണ്. ഒരു മനുഷ്യൻ, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അവൻ മദ്യപിച്ചിട്ടില്ല, തൗസീഫ് റാസ മദ്യപിച്ചിട്ടില്ല, മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല, ഒരു കൊലപാതകം നടത്തിയിട്ടില്ല, ഒരു പീഡനം നടത്തിയിട്ടില്ല, ഒരു ക്രിമിനലല്ല, വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന വ്യക്തി. ഉത്തർപ്രദേശിലെ തന്നെ ഒരു ദർഗയിൽ പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ട്രെയിനിൽ വെച്ച് കാണുമ്പോൾ ആ മനുഷ്യനെ അങ്ങോട്ട് ആക്രമിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാജ്യത്ത് ഇതൊക്കെയാണോ ഒരു ഭരണകൂടം? ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നതിൻ്റെ ഭരണകൂടത്തിൻ്റെ സംരക്ഷണം കിട്ടും, ഭരണകൂടം തങ്ങളെ രക്ഷിക്കും. കാരണം ഇതൊക്കെ ചെയ്യാൻ പറയുന്നത് ഭരണകൂടമാണ്. രാജ്യത്തെ ഭരണകൂടം പറയാണ് മുസ്ലിമിനെ കണ്ടാൽ ആക്രമിച്ചോളണം, അവൻ്റെ കയ്യിലുള്ളതൊക്കെ പിടിച്ചു വാങ്ങിക്കൊള്ളണം, അവൻ്റെതൊക്കെ അപഹരിച്ച് സ്വന്തമാക്കിക്കൊള്ളണം, എന്നിട്ട് വേണ്ട വിധം നക്കിക്കൊള്ളണം. ഒരു ഭരണകൂടം രാജ്യത്ത് ജനങ്ങളോട് പറയുന്ന കാര്യമാണ്. ഇതൊക്കെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കേൾക്കുന്ന ആളുകൾ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ ഇങ്ങനെ കുത്തി നിറക്കുക മനസ്സുകളിലേക്ക്. അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ ആക്രമിക്കുക. എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ നരേന്ദ്രമോദി ആണെങ്കിലും യോഗി ആദിത്യനാഥ് ആണെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് പറയുന്നത് കേട്ടു, ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, മുൻകാലങ്ങളിലൊക്കെ ഉത്തർപ്രദേശിൽ കർഫ്യൂ ഒക്കെ പ്രഖ്യാപിക്കാറുണ്ടായിരുന്നു. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് കർഫ്യൂ ഒന്നും വേണ്ട, കാരണം നമ്മുടെ നാട്ടിൽ ഗുണ്ടകളില്ല, നമ്മുടെ നാട്ടിൽ ക്രിമിനലുകളില്ല എന്നൊക്കെ. അവരെയൊക്കെ ഞാൻ എൻകൗണ്ടർ ചെയ്തു എന്നാണ് പറയുന്നത്. ഈ തീവ്രവാദിയെ, ഈ ഭീകരവാദിയെ, ഈ സംഘപരിവാർ ഭീകരവാദിയെ എൻകൗണ്ടർ ചെയ്യാൻ യോഗി ആദിത്യനാഥിന് കഴിയുമോ? ഇവൻ്റെ വീട്, ഈ ക്രിമിനലിൻ്റെ വീട് ബുൾഡോസർ രാജ് ഉപയോഗിച്ച് തകർത്ത് കളയാൻ യോഗി ആദിത്യനാഥിന് കഴിയുമോ? വീടുണ്ടോ എന്നുള്ളത് തന്നെ അറിയില്ല കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടെങ്കിലല്ലേ തകർക്കാൻ പറ്റുമോ? ഇപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു വശം കൂടി ഉണ്ട്. അപ്പോൾ അവന് വീടുണ്ടെങ്കിൽ ആ വീട് ബുൾഡോസർ രാജ് വെച്ച് തകർക്കാൻ കഴിയുമോ? യോഗി ആദിത്യനാഥിന് സാധിക്കുമോ? സ്വാഭാവികമായിട്ടും ഉയരേണ്ട ചോദ്യങ്ങളാണല്ലോ. ഇതൊക്കെ ചർച്ച ചെയ്യണമല്ലോ. കാരണം ഇതൊക്കെ UP യിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. UP യിലെ പോലീസിനെതിരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അലഹബാദ് ഹൈക്കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. ഭരണഘടനയോടും നിയമവ്യവസ്ഥകളോടൊന്നും യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഭരണത്തിലിരിക്കുന്നവർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. നിയമങ്ങളെയൊന്നും ഒരു രീതിയിൽ മൈൻഡ് പോലുമില്ല എന്ന് അലഹബാദ് ഹൈക്കോടതി പറയുക. അപ്പോൾ കൃത്യമായിട്ട് UP യിൽ നടന്ന ഓരോ കാര്യങ്ങളും, ഈ പറയുന്ന എൻകൗണ്ടറുകളാവട്ടെ, മറ്റുള്ള കേസുകളാവട്ടെ, എന്തായാലും ഒന്നും നിയമവിധേയമല്ല, നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് UP യിലെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക്
പറ്റുമെങ്കിൽ ഈ സംഘ് പരിവാർ ഭീകരൻ്റെ വീടൊന്ന് തകർത്ത് കളിയുക ബുൾഡോസർ രാജിലൂടെ. എന്നിട്ട് ഈ സംഘ് പരിവാർ തീവ്രവാദിയെ വെടിവെച്ച് എൻകൗണ്ടറിൽ കൊല്ലുക. കഴിയില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിരപരാധികളായ ആളുകൾ, അതും മുസ്ലിമായ ആളുകളെ തോന്നും പോലെയൊക്കെ വെടിവെച്ച് കൊന്നിട്ട് വന്നിട്ട് പറയുക അവർ തീവ്രവാദിയാണ്, അവർ ഗുണ്ടയാണ്, അവർ ക്രിമിനലാണ്, അവർ കൊലപാതകിയാണ്, കൊന്നു കഴിഞ്ഞിട്ട് ഇതൊക്കെ പറയാം. എങ്ങനെയുണ്ട് പരിപാടി? നല്ല പരിപാടിയല്ലേ? യെസ്. അപ്പം അതാണ് നമ്മുടെ രാജ്യത്തെ നടക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. വളരെ നടുക്കം. ഇപ്പോൾ ഈ പങ്കജ് ലോധയോ എന്താണെങ്കിലും ഇതൊക്കെ ചെയ്തിട്ട് തനിക്ക് അനുകൂലമാക്കാൻ വേണ്ടി പല പരിശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ആ വ്യക്തി തൗസീഫ് റാസ എന്ന് പറയുന്ന വ്യക്തി മൊബൈൽ മോഷ്ടിച്ചു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് കേസിനെ ഒന്ന് അങ്ങോട്ടാക്കാനും ഇങ്ങോട്ടാക്കാനും ഒക്കെ ശ്രമങ്ങൾ നടത്തി. അതിനിടയിലാണ് തൗസീഫ് റാസയുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് തൗസീഫ് റാസ അക്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയച്ച മെസ്സേജുകളും കോളുകളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ലഭിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പങ്കജ് ലോധയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ജനരോഷം പൊട്ടിപ്പുറപ്പെടുമ്പോൾ അറസ്റ്റ് ചെയ്യുകയല്ലാതെ വഴിയില്ല. ചർച്ചകൾ ഉണ്ടാകുമ്പോൾ അറസ്റ്റ് ചെയ്യുകയല്ലാതെ വഴിയില്ല. അങ്ങനെ ഒരു രക്ഷപ്പെടുത്തൽ പങ്കജ് ലോധയെ സംബന്ധിച്ചിടത്തോളം അതൊരു രക്ഷപ്പെടുത്തലാണ്. കുറച്ച് ദിവസം സുരക്ഷിതമായിട്ട് പോലീസ് കസ്റ്റഡിയിലൊക്കെ കഴിയാമെന്നുള്ളത് തന്നെയാണ്. ചോദ്യം ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ. കഴിയോ യോഗി ആദിത്യനാഥിന് ഈ സംഘ് പരിവാർ ഭീകരൻ്റെ വീട് ബുൾഡോസർ രാജിൽ തകർക്കാൻ? ഇവനെ എൻകൗണ്ടറിൽ കൊന്നു തള്ളാൻ കഴിയോ? കഴിയില്ല എന്നുള്ളതാണ്. കാരണം യോഗി ആദിത്യനാഥിൻ്റെയും സംഘ് പരിവാറിൻ്റെയും വാക്കുകൾ കേട്ടിട്ട് തന്നെയാണ്, അവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തന്നെയാണ് ഈ പറയുന്ന സംഘ് പരിവാർ ആൾക്കൂട്ട വിചാരണകളും കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ നടക്കുന്നത്. അവർക്കൊരു ഗ്യാരണ്ടി ഉണ്ട്. സംഘ് പരിവാർ സർക്കാർ സംരക്ഷിക്കുമെന്നുള്ള ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടിയുടെ പുറത്താണ് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ നെഞ്ചത്ത് കയറിയുള്ള ഈ അക്രമങ്ങൾ അത്രയും അഴിച്ചു വിടുന്നത് എന്നുള്ളതാണ്.